നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏപ്രിൽ 9 കേരളത്തിൽ ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ വിഷൻ ഒല്ലൂർ 2031 എന്ന പേരിൽ വികസന സംവാദം സംഘടിപ്പിച്ചു. സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ച KG ഗ്രാജുവേഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ. പശ്ചാത്തല മേഖലയിൽ നടന്നത് മാസ്മരിക വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 9 കേരളത്തിൽ ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. മെയ് 4 വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുക. കേരളത്തിൽ 2,70,00,000 വോട്ടർമാർക്ക് സമ്മതിദാന അവകാശം നിർവഹിക്കാൻ 30,471 പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാണെന്നും 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1,571 വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ വിഷൻ ഒല്ലൂർ 2031 എന്ന പേരിൽ വികസന സംവാദം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളെയും സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിച്ചുള്ളവരും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒല്ലൂരിന്റെ വികസനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഒല്ലൂർ ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി മരോട്ടിച്ചാലിൽ മൺസൂൺ ടൂറിസം പദ്ധതി, മരോട്ടിച്ചാൽ ചെസ് ഗ്രാമത്തിന്റെ വികസന സാധ്യത, പുത്തൂർ കായൽ ടൂറിസം, കൈനൂർ ചിറയിലെ ടൂറിസം സാധ്യത തുടങ്ങിയ നിർദ്ദേശങ്ങളായി വന്നു. റബ്ബർ, വ്യവസായ വ്യാപാര എസ്റ്റേറ്റ്, ഭിന്നശേഷി സൗഹൃദ ഒല്ലൂർ, വയോജന സൗഹൃദ ഇടങ്ങൾ, സ്ത്രീ സൗഹൃദ ഇടങ്ങൾ, ലിറ്ററേച്ചർ ഫെസ്റ്റ്, പുത്തൂർ പോലീസ് സ്റ്റേഷൻ, വനം, എക്സൈസ് കേസുകളടക്കം കൈകാര്യം ചെയ്യുന്ന കോടതി തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ സംവാദത്തിൽ ഉയർന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജിജു പി അലക്സ്, നടനും വ്യവസായിയുമായ TG രവി, ജയരാജ് വാര്യർ, ഇസാഫ് MD, ഡോക്ടർ കെ പോൾ തോമസ്, ബിസിനസ്സുകാരനായ റെയ്നി ജോസ്, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധി ബിജു എടക്കളത്തൂർ, സാഹിത്യകാരൻ CR ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ച KG ഗ്രാജുവേഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ. കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങൾക്കും ആദ്യ പാഠങ്ങളുടെ മധുരസ്മരണകൾക്കും നിറം പകരുന്ന KG ഗ്രാജുവേഷൻ ചടങ്ങ് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. വൈകിട്ട് 5:30 പ്രാർത്ഥനാ ഗാനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ റെക്ടറും മാനേജറുമായ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ വിശിഷ്ടാതിഥിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിബിൻ ഇളമ്പശ്ശേരിൽ എന്നിവർ കുട്ടികൾക്ക് ഭാവുകങ്ങൾ നേർന്നു. കുമാരി ഏവ്ലിൻ ജിനോബ് ഏവർക്കും സ്വാഗതമോദി. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഓസ്റ്റിൻ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബിന്നി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. നിർമ്മലമായ പുഞ്ചിരികളുമായി ഗ്രാജുവേഷൻ വേഷം ധരിച്ച് വേദിയിലേക്കെത്തിയ കുഞ്ഞുങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയ നിമിഷം സദസ്സിനെ ആനന്ദഭരിതമാക്കി. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും ഗാനങ്ങളും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഹൃദയങ്ങളിൽ സന്തോഷ നിറങ്ങൾ വിതറി. കുട്ടികളുടെ മാതാപിതാക്കളുടെയും KG അധ്യാപകരുടെയും നൃത്തച്ചുവടുകൾ ചടങ്ങിന് മനോഹാരിതയേകി. ബോസ്കോ ഗാനത്തോടെയാണ് ചടങ്ങിന് സമാപനം കുറിച്ചത്. അടുത്ത പ്രോഗ്രാം ഇല്ലേ എന്ന് എനിക്ക് അടുത്ത പ്രോഗ്രാമിന് പോകേണ്ട സമയമായി എങ്കിലും ഇവിടുത്തെ കുട്ടികളുടെ ഒപ്പം ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അല്പസമയത്തേക്ക് മറന്നു പോവുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ഇങ്ങോട്ട് കടന്നു വരാനും ഇതുപോലെ ഒരു പ്രീ സ്കൂൾ ഗ്രാജുവേഷൻ സെറമണിയിൽ പങ്കെടുക്കാനും സാധിച്ചതിൽ. കാരണം ഞാൻ ആസ് എ മേയർ ഞാൻ പല സ്കൂളുകളിലും ആനുവൽ ഡേ സെലിബ്രേഷൻസിന് പോകാറുണ്ട്. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് മേയറിൻ്റെ ഒരു ഗൗണുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞൊരു ഗൗൺ ഞാൻ ഇടുന്നത് ഇപ്പോഴാണ്. എൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ചു എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നില്ല. അന്നേരം ഒരു ഗൗൺ ഇതുപോലെ തൊപ്പി വെച്ച് ഇടാനൊരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മേയറിനും ഇതുപോലെ തൊപ്പിയില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്, മൈ ഫസ്റ്റ് ടൈം experience and I am very much excited and very happy to be here. അപ്പോൾ വളരെയധികം സന്തോഷമുള്ള ഈ സുദിനത്തിൽ
വളരെ വെൽ ഓർഗനൈസ്ഡ്, അധികം വെൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ പ്ലാൻഡ് program. Especially I am take this opportunity to congratulate our beloved teachers, parents and guardians for this. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിലേക്ക് കടന്നു വരാനായിട്ട്. കാരണം ഈ സ്കൂളുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു ബന്ധം എൻ്റെ ഹസ്ബൻഡ് പഠിച്ചത് ഡോൺ ബോസ്കോ സ്കൂളിലാണ്, പക്ഷേ ICSE അല്ല. എൻ്റെ മകള് പഠിച്ചത് ഇവിടുത്തെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ICSEയിലാണ്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു 2015 batch ആയിരുന്നു. Memorable day for our little stars. Absolutely, the teachers who have worked behind them have really earned their appreciation, and the parents who have cooperated with the teachers really deserve a great applause. I congratulate you all. Now, to these kids, what can I offer? I can offer only 3G program. Usually the telephone exchange and the telecom companies, they offer 4G, 5G, but I like to offer 3G for these little stars of Don Bosco ICS. Celebration. Adaru Krishna KS and Advik A. Nair. As our chief guest, Sobin. Jennifer John. Joe Matthew. Joel Leon K.A. Johan Josh. கம்பளி பூச்சி தங்கச்சி அல்லி மலர் கொடி அங்கதமே ஒட்டார ஒட்டார சந்தனமே முல்ல மலர் கொடி முத்தாரமே எங்கூரு குத்தாளமே துருக்க பையமா வெத்தல மட்டையம்மா சுமந்த கையம்மா மத்தல மொட்டையம்மா தாயம்மா என்ன பண்ண மாயம்மா பள்ளியம்மா வேறாண்டி சங்கதிய கூறாண்டி கண்ணடிய காணாண்டி இந்த வேறாண்டி அன்ன கிளி அடியால மர கிழவண்ண கிளி நல்லபடி வாழ சொல்லி இந்த மண்ணை கொடுத்தானே பூர்வ குடி கம்மங்கர காணி எல்லாம் பாடி திரிஞ்சானே ஆதிக்குடி நாய் நரி பூனைக்கும் தான் இந்த ஏரி குளம் கூட சொந்தமடி என்ஜாமி வாங்கோ உண்டாடி அம்மா ஏ அம்பாரி இந்தா மும்மாரி என்ஜாமி வாங்கோ உண்டாடி அம்மா ஏ அவள் காடும் மேடும் கேரே பாலகள் பூக்கடல் காவு கேரே மணிலென்னே பூக்கள் உள்ளே மாலை குருத்தே போகா പശ്ചാത്തല മേഖലയിൽ നടന്നത് മാസ്മരിക വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്.
പുത്തൂർ സമാന്തര പാലം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ പശ്ചാത്തല മേഖലയിൽ നടന്നത് മാസ്മരിക വികസനമായിരുന്നെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5 വർഷം കൊണ്ട് കേരളത്തിലെ 50% റോഡും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പുനരുദ്ധരിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ LDF സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ 60% പൊതുമരാമത്ത് റോഡും BMBC നിലവാരത്തിലാക്കി മാറ്റിക്കഴിഞ്ഞു എന്നും കഴിഞ്ഞ UDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം മുടങ്ങിപ്പോയ ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും ഒട്ടനവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് മലയോര ഹൈവേയും പൂർത്തിയാക്കി വരികയാണെന്നും തീരദേശ ഹൈവേയും നാടിനു വേണ്ടി ഒരുങ്ങുകയാണെന്നും 100 പാലങ്ങളെങ്കിലും നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച സർക്കാർ 150 പാലങ്ങൾ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞതായും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്ഥലം MLA കൂടിയായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിൽ വികസിപ്പിക്കാൻ സഹായിച്ച വകുപ്പിനെയും മന്ത്രിയെയും മന്ത്രി K. രാജൻ നന്ദി അറിയിച്ചു. പുത്തൂർ പാലം പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CM സ്വപ്ന, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാജി ഗരിജ, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പൊറ്റേക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ, പുത്തൂർ പഞ്ചായത്ത് അംഗം KV സജ്ജു, മുൻ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV മുരളീധരൻ, ജയൻ തെക്കേത്തറ, CPI പ്രതിനിധി TS മുരളീധരൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NG ബിനു തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചു. നേരിട്ട് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഔദ്യോഗികമായ മറ്റു ഉത്തരവാദിത്തങ്ങൾ കാരണം നേരിട്ടെത്താനായില്ല. നമ്മുടെ സംസ്ഥാനം പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ വലിയൊരു കുതിപ്പിലാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ ഉണ്ടായത്. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച ഈ മുന്നേറ്റം ഈ നാട് അറിഞ്ഞതാണ്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോൾ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിനൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. കൂടുതൽ പണം കേന്ദ്ര സർക്കാർ തരാതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്നുള്ള സ്ഥിതി ചർച്ച ചെയ്തെങ്കിലും ഫണ്ട് കൂടുതൽ തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി വന്നു. നേരത്തെ ഭരിച്ച UDF സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിൽ അന്ന് ഓഫീസ് പൂട്ടി പോയതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട ഒരു പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തയ്യാറായി. 100-200 കോടിയല്ല, 5580 കോടി. അത്തരമൊരു തീരുമാനം, ധനപരമായ പങ്കാളിത്തം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഹൈവേ മാത്രമല്ല, മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ, കേരളത്തിന്റെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്ന മലയോര ഹൈവേ മുമ്പുള്ള പുത്തൂരാണോ ഇന്നത്തെ പുത്തൂർ? പുത്തൂർ നന്നായതുകൊണ്ട് നേരത്തെ ശ്രീവിദ്യ പറഞ്ഞതുപോലെ അവനെ തല്ലിയാൽ ചിലപ്പോൾ നന്നാവും എന്ന് ഉള്ള പ്രയാസമുള്ളത് കൊണ്ട് തല്ലണ്ട എന്ന് പറയുന്നത് പോലെ, അവനെ പ്രോത്സാഹിപ്പിച്ചാൽ നന്നാവും എന്നാൽ പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് പറയുന്നത് പോലെ, ഇന്ന് പരിപാടിയിൽ ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ നാട് നന്നായിക്കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകില്ല. ഇതൊരു ദീർഘവീക്ഷണമാണ്. ഇന്നിപ്പോൾ ഈ മണ്ഡലത്തിലെല്ലാ പ്രമുഖരായിട്ടുള്ള ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പുഴയോരത്ത്
വരാൻ പോകുന്ന 5 വർഷക്കാലം എങ്ങനെയായിരിക്കണം ഒല്ലൂരിൻ്റെ തുടർ വികസന പ്രക്രിയ എന്നുള്ളതിൻ്റെ ആശയം അറിയാൻ ഞങ്ങൾ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയത്തിനുമായി ബന്ധപ്പെട്ടതല്ല, എല്ലാവരോടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒല്ലൂരിൻ്റെ പുതുമയ്ക്കും ഒല്ലൂരിൻ്റെ മാറ്റത്തിനും ഒരു മാനിഫെസ്റ്റോ. പരമായി സമാന്തര പാലത്തോടുകൂടി ഈ പുത്തൂരിൻ്റെ അന്തസ്സും അഭിമാനവുമായി മാറുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ആദ്യം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ നടത്തി ആലോചന നടത്തിയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടും അതിന് പണം ലഭിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ആലോചന നടത്താൻ എത്ര മീറ്ററാക്കണം റോഡ് എന്നാലോചിക്കാൻ എല്ലാ കക്ഷികളുടെയും എല്ലാ വ്യാപാര വ്യവസായ സംഘടനകളുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ യോഗത്തിൽ എല്ലാവരും സമ്മതിച്ചു, നമുക്ക് ഈ സെന്റർ ഒന്ന് വീതി കൂട്ടണം, സെന്റർ വീതി കൂട്ടണം എന്ന് എല്ലാവരും സമ്മതിച്ചിട്ട്, പക്ഷെ പണം കൊടുക്കാതെ വീതി കൂട്ടരുത് എന്നൊരു നിർദ്ദേശവും നൽകിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി സുധാകരേട്ടൻ്റെ കഥയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്നോട് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് 185 കോടി രൂപ ചെലവിൽ മേടിച്ച ഉപകരണത്തിൽ 363 കോടി കമ്മീഷൻ പ്രതീക്ഷിച്ച ആളുകൾ നാട്ടിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇത് വേറെ പാർട്ടിയാണ്, ഇത് വേറെ മുന്നണിയാണ്, ഇത് വേറെ വ്യക്തികളാണെന്നൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നുള്ളൂ. തൃശൂർ ദയ ആശുപത്രിയിലേക്ക് ജനപ്രതിനിധികൾ പ്രതിഷേധ മാർച്ചും ഉപവാസ സമരവും നടത്തി. നീതി കിട്ടും വരെ സമരം. തൃശൂർ ദയ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവ് മൂലം കോമാവസ്ഥയിലായ കല്ലൂർ സ്വദേശി റാഫി ജോസിന് നീതി ലഭ്യമാക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കല്ലൂർ പൗരസമിതി പ്രതിഷേധ മാർച്ചും ജനപ്രതിനിധികളുടെ ഉപവാസ സമരവും നടത്തി. പെരിങ്ങാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൃശൂർ ദയ ആശുപത്രിയുടെ മുൻവശം പോലീസ് തടഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ EA ഓമന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്ദീപ് കണിയത്ത്, പ്രിബനൻ ചുണ്ടലിപ്പറമ്പിൽ, ഗ്ലാൻസൺ പള്ളിത്തറ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടത്തിയ ഉപവാസ സമരം ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ EA ഓമന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു. അധികാരികൾ മൗനം വെടിഞ്ഞ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കുടുംബത്തിനാവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്തപക്ഷം സമരം തുടരുമെന്നും കല്ലൂർ പൗരസമിതി കൺവീനർ ജെറോൺ ജോൺ അറിയിച്ചു. LPG പ്രതിസന്ധി, വാർ റൂം തുറന്നു. സംസ്ഥാനത്തെ പാചകവാതക ക്ഷാമം പരിഹരിക്കാനും വിതരണം കാര്യക്ഷമമാക്കാനും സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ എണ്ണക്കമ്പനി പ്രതിനിധികളുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ നീക്കം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ആരംഭിച്ചു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണത്തിൽ ആവശ്യമായ ഇളവുകൾ നൽകണമെന്ന് ഓയിൽ കമ്പനികളോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ 2 റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരണ ഘട്ടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. കർണങ്കോട്ട് സെക്കൻഡ് സ്ട്രീറ്റ് റോഡ്, മണ്ണൂർണിക്കുളം റോഡ് എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ നിയോജക മണ്ഡലം MLAയുമായ കെ രാജന്റെ ആസ്തി വികസന ഫണ്ട് മുഖേനയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാവിത്രി രാമചന്ദ്രൻ, AM അശോകൻ, KP പ്രശാന്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി സുരേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാടക്കത്ര സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലീൻസ് വെട്ടുവയലിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുനേർച്ചയുടെ വെഞ്ചരിപ്പും ലില്ലിപ്പൂ പ്രദക്ഷിണവും നടന്നു. ഊട്ടുസദ്യയ്ക്ക് ആയിരങ്ങളാണ് മാടക്കത്ര സെന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. പരിപാടികൾക്ക് വികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ബൈജു ചിറ്റിലപ്പള്ളി, ഫ്രാൻസിസ് മേനാച്ചേരി, ബേസിൽ ചുങ്കത്ത്, ജനറൽ കൺവീനർ വിജോ വന്ദനം തടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിനായി ഒരുക്കിയിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകി വെക്കണമെന്നും വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഭാവനയായോ സഹായിക്കാൻ സന്മനസ്സുള്ളവർ വികാരിയച്ഛനെയോ തിരുനാൾ കൺവീനറെയോ മണ്ണുത്തി പട്ടാളക്കുന്ന് ലൂർദ് ഹോസ്പിറ്റലിലെയും ആര്യ ഐ കെയർ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു.
രാവിലെ 9:30 മുതൽ 12 മണിവരെ ത്വക്ക് രോഗം, നേത്രരോഗം, ജനറൽ സർജറി തുടങ്ങിയ പരിശോധനകളാണ് നടത്തിയത്. ഷുഗർ, ഹീമോഗ്ലോബിൻ, തൈറോയ്ഡ് ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ എന്നീ ടെസ്റ്റുകൾ സൗജന്യമായിരുന്നു. ഞാൻ സിസ്റ്റർ സുമ, ലൂർദ് ഹോസ്പിറ്റൽ മണ്ണുത്തി. ഞങ്ങളുടെ സ്ഥാപക പിതാവിൻ്റെ 45-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ സഭയിൽ എല്ലാ വർഷവും സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അത് ഈ വർഷം ലൂർദ് ഹോസ്പിറ്റൽ മണ്ണുത്തിയിൽ വെച്ച് നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അത് ഇന്ന ദിവസം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇവിടെ സൗജന്യമായ ഡോക്ടറുടെ സേവനങ്ങൾ, ഫിസിഷ്യൻ്റെയും ഡയബറ്റോളജിസ്റ്റ്, അതുപോലെ നേത്രരോഗ ഡോക്ടറുടെയും ചികിത്സകൾ ഞങ്ങളിവിടെ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ബ്ലഡ് ഷുഗർ, തൈറോയ്ഡ് ടെസ്റ്റ്, ഹീമോഗ്ലോബിൻ, HbA1c എന്നീ സൗജന്യമായ രക്തപരിശോധനകളും ഇവിടെ നടത്തുന്ന ദിവസം സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാർ ഡോക്ടർ നവീൻ സുധാകരൻ, ഡോക്ടർ വിനു, സിസ്റ്റർ ഫ്രാൻസിസ്ക, സിസ്റ്റർ ഡോക്ടർ റീറ്റ, ഡോക്ടർ മഞ്ജു എന്നിവരുടെ സേവനങ്ങളാണ് ഇന്ന ദിവസം ഇവിടെ ലഭ്യമാകുന്നത്. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 6:30 നടത്തിയ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഊട്ടുനേർച്ച, ഭക്ഷണ വെഞ്ചരിപ്പും ഉണ്ടായിരുന്നു. 10:30 നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് മുൻ വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജേക്കബ് പാലമറ്റം, അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, കുര്യൻ മണ്ണാമ്പറമ്പിൽ, ജിൻസ് തെക്കേക്കുടിയിൽ, കൺവീനർ വർഗീസ് കുന്നത്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഊട്ടുനേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു. താക്കോല് കൊടുത്തിരിക്കുന്നത് പത്രോസ്ലിഹയാണ്. സ്വർഗരാജ്യത്തിന്റെ വാതിൽക്കൽ ഉണ്ടാകാൻ നല്ലവരാണെങ്കിൽ, നന്മ ചെയ്തവരാണെങ്കിൽ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന താക്കോൽ ഉത്തരവാദിത്വം പത്രോസ്ലിഹയ്ക്കാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു. അങ്ങനെ പത്രോസ്ലിഹ സ്വർഗരാജ്യത്തിന്റെ വാതിൽക്കൽ ആയിരിക്കുമ്പോൾ നന്മ ചെയ്തവരൊക്കെ അകത്തേക്ക് വിടുകയാണ്. അപ്പോൾ പിതാവ് സ്വർഗത്തിലുണ്ട്. ഔസപിതാവ് പ്രത്യേക അധ്വാനശീലനാണ്. തൊഴിലാളികൾ മധ്യസ്ഥനാണ്, അധ്വാനശീലനാണ്. അപ്പോൾ തൊഴിലാളിയായ ഔസപിതാവ് പറഞ്ഞു പത്രോസ്ലിഹായോട്, ഇവിടെ എപ്പോഴും സ്തോത്രഗീതങ്ങളും മാലാഖമാരുടെയും എല്ലാവരുടെയും സ്തോത്രഗീതങ്ങളും പാട്ടുകളും ഹല്ലേലൂയയും. എനിക്ക് പണിയെടുക്കണം, എനിക്ക് അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും പണിയെടുത്താൽ മതിയാവും. അധ്വാനശീലനാണ്. അപ്പൊ ഔസപിതാവിന്റെ കയ്യില് ഉളിയുണ്ട്, ഒരു സഞ്ചിയുണ്ട്, അതിൽ നൂലുണ്ട്, അങ്ങനെ പണി ആയുധങ്ങളുണ്ട്. അപ്പോൾ പത്രോസ്ലിഹ ഔസപിതാവിന് പറഞ്ഞു, അങ്ങനെ ചെല്ലി നിന്റെ പണിയെടുത്തോളൂ, ഔസപിതാവെ പണിയെടുത്തോളൂ. ഔസപിതാവിന്റെ കയ്യിൽ ആയുധങ്ങൾ Yeah.
പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയുടെ 85-ാം വാർഷികാഘോഷങ്ങളുടെയും വികസന പദ്ധതികളുടെയും ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. കേരളത്തിന്റെ തനതായ ആയുർവേദ പാരമ്പര്യം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഔഷധിയെന്നും കേരള സർക്കാരിന്റെ കീഴിലെ പൊതുമേഖലയിലെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ ശാഖയെന്ന ഖ്യാതിക്ക് ഔഷധിക്ക് മാത്രം സ്വന്തമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കുട്ടനെല്ലൂരിലെ ഔഷധി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു. പുതിയ പ്രധാന പ്രവേശന കവാടം, ക്യാമ്പസിനുള്ളിലെ നവീകരിച്ച റോഡുകൾ, നൂതന രീതിയിൽ കണ്ണ്, ചെവി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ നിർമ്മിക്കുന്ന പുതിയ പ്ലാന്റിന്റെ പ്രവർത്തനം, ഔഷധി പുതിയതായി വിപണിയിലേക്ക് എത്തിക്കുന്ന ഔഷധങ്ങളുടെ സമർപ്പണം, പുതുതായി നിർമ്മിച്ച ചിമ്മിനി തുടങ്ങിയവയുടെ ഉദ്ഘാടനവും സോളാർ പ്ലാന്റ്, ആയുർവേദ മ്യൂസിയം എന്നീ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ചടങ്ങിൽ നടത്തി. ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃത്തിക് സ്വാഗതവും ഔഷധി ഫിനാൻഷ്യൽ കൺട്രോളർ ലതാകുമാരി നന്ദിയും പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിലർ ഹരീഷ് മോഹൻ, ഔഷധി ബോർഡ് അംഗങ്ങളായ കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, കെ എഫ് ഡേവിസ്, കമ്പനി സെക്രട്ടറി വിനീത തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മാനേജർമാർ, ജീവനക്കാർ, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഠിക്കണ്ടേ? കാരണം നമ്മളെ ഇപ്പൊ അസൂയോടുകൂടിയാണ് മറ്റുള്ളവർ നോക്കുന്നത്. ഔഷധി എന്ന സ്ഥാപനത്തിന് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഔഷധിയെ കേരളത്തിലെ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റുന്നതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ ചെയർപേഴ്സൺ ശ്രീമതി ശോഭന ജോർജ് എക്സ്-എം-എൽ-എ, വേദിയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എത്തിച്ചേർന്നില്ലെങ്കിൽ അതൊരു കുറവാകും എന്നുള്ളതുകൊണ്ട് വിവിധ പരിപാടികളുടെ നടുവിൽ നിന്നൊന്ന് ഓടി വന്നതാണ്. ഇന്നലെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, ഇന്ന് വൈകുന്നേരം ഒരിടവേള കൂടി. സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി.
+2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണാറ ബനാന ഹണി പാർക്ക് തുറക്കാൻ നടപടിയായതായി മന്ത്രി കെ രാജൻ. കണ്ണാറയിലെ നിർദ്ദിഷ്ട ഭൂമി കേരള അഗ്രോ ബിസിനസ് കമ്പനിക്ക് കൈമാറാൻ ശനിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മന്ത്രി പറഞ്ഞു. കാർഷിക വിപണന ശൃംഖലയെ അടിമുടി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഹണി പാർക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി 68,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 2 ഫാക്ടറി കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബനാന പാർക്കിനായി 48,206 ചതുരശ്ര അടിയും ഹണി പാർക്കിനായി 20,495 ചതുരശ്ര അടിയും വിസ്തീർണമുള്ളതാണ് കെട്ടിടങ്ങൾ. പാർക്കിന്റെ പ്രവർത്തനത്തിനായി താൽപര്യപത്രം നൽകിയവരിൽ നിന്നും യോഗ്യത നേടിയ 4 അപേക്ഷകരാണ് നിലവിൽ RFP ഘട്ടത്തിലുള്ളത്. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20 നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടെ കണ്ണാറയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റുകളുടെ പ്രവർത്തനം ഉടനെ ആരംഭിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കർഷകർക്ക് ആശ്വാസം. പെൻഷൻ വിതരണത്തിന് 24.27 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്തെ കർഷകർക്ക് കൈത്താങ്ങായി ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതി വിപുലീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2021 ശേഷം 60 വയസ്സ് പൂർത്തിയായ 10,115 കർഷകരെ കൂടി പദ്ധതിയിൽ പുതിയതായി ഉൾപ്പെടുത്തി. ഇവർക്ക് പ്രതിമാസം 2,000 രൂപ വീതം പെൻഷൻ ലഭിക്കും. പദ്ധതിയുടെ നടത്തിപ്പിനായി 24.276 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ 6,201 കർഷകർ ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഇവർക്ക് പുറമെയാണ് പുതിയതായി 10,000-ലധികം പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മണ്ണുത്തി നടത്തറ റോഡിൽ ഗാന്ധിനഗറിന് സമീപം ഇന്നോവ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏപ്രിൽ 9 കേരളത്തിൽ ഒറ്റത്തവണയായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ വിഷൻ ഒല്ലൂർ 2031 എന്ന പേരിൽ വികസന സംവാദം സംഘടിപ്പിച്ചു. സ്വപ്നങ്ങൾക്ക് ചിറകുവിരിച്ച KG ഗ്രാജുവേഷൻ മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ. പശ്ചാത്തല മേഖലയിൽ നടന്നത് മാസ്മരിക വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.